ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. സ്പാനിഷ് ഓംലെറ്റ് ആണ്. പേര് കേട്ട് ആരും ഞെട്ടണ്ട. നമ്മുടെ മുട്ട പൊരിച്ചത് തന്നെയാണ്. അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മുട്ട പൊരിച്ചെടുക്കുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, ഹെവിയാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം നമുക്കത് റെഡിയാക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് പൊട്ടറ്റോ, ഒനിയൻ, ക്യാബേജ് ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് പൊട്ടറ്റോ. അപ്പോൾ സ്പാനിഷ് ഓംലെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പൊട്ടറ്റോ. അത് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 സവോളയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഹാഫ് കുക്ക് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹാഫ് കുക്ക് ആയതിന് ശേഷം നമുക്ക് ക്യാബേജ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാബേജിൻ്റെ പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എഗ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 5 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റോ ഒക്കെ ക്യാപ്സിക്കോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുവരെയും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതിനൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇവിടെ ഞാൻ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചിലർ ഇതിനകത്ത് ചീസൊക്കെ ആഡ് ചെയ്യും. അപ്പം ചീസൊക്കെ വേണ്ടവർക്ക് ആഡ് ചെയ്യാം. അല്ലാതെ തന്നെ ഇത് ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് മാത്രം കഴിച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് വയറ് നിറയും. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ടിട്ട് അതൊന്ന് അടുത്ത സൈഡോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്ക് ചെയ്യുന്നിടം വരെ നമ്മൾ അടച്ചു വെക്കുക. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം 2 സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്പാനിഷ് ഓംലെറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you for watching my channel.